നമസ്കാരം എല്ലാവർക്കും ഉമേപ്പ റിയൽ എസ്റ്റേറ്റിന്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്ത് കാണുന്ന ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്യുക. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 2018 സെപ്റ്റംബറിൽ ഏറ്റവും അധികം സെയിൽ നടന്ന ഇന്ത്യൻ വാഹനങ്ങൾ ഏതൊക്കെയാണെന്നാണ്. നമ്പർ 10 മാരുതി സെലേറിയോ. 9208 യൂണിറ്റുകളാണ് 2018 സെപ്റ്റംബറിൽ മാരുതി സെലേറിയോ വിറ്റഴിഞ്ഞത്. ഇന്ത്യയിലെ ഏറ്റവും ജനപ്രിയമായിട്ടുള്ള വാഹനങ്ങളിൽ ഒന്നുകൂടിയാണ് മാരുതി സെലേറിയോ. നമ്പർ 9 ഹുണ്ടായി ക്രീട്ട. SUV സെഗ്മെന്റിൽ ഏറ്റവും മികച്ച വാഹനങ്ങളിൽ ഒന്നായി വിലയിരുത്തപ്പെടുന്ന വാഹനമാണ് ഹുണ്ടായിയുടെ ക്രീട്ട. ഏറ്റവും മികച്ച ഫീച്ചേഴ്സുകളും അതുപോലെ തന്നെ സുരക്ഷിതത്വത്തിനും പ്രാധാന്യം നൽകിക്കൊണ്ടാണ് കമ്പനി ഈ വാഹനം നിർമ്മിച്ചിരിക്കുന്നത്. 2018 സെപ്റ്റംബറിൽ മാത്രം 11,000 യൂണിറ്റുകളാണ് വിറ്റഴിഞ്ഞത്. നമ്പർ 8 ഹുണ്ടായി ഗ്രാൻഡ് ഐ10. ഇന്ത്യൻ വാഹന പ്രേമികളെ ഏറ്റവും അധികം ആകർഷിച്ച വാഹനങ്ങളിൽ ഒന്നായിരുന്നു ഗ്രാൻഡ് ഐ10. മികച്ച സുരക്ഷാ ക്രമീകരണങ്ങളോടുകൂടി ഇറക്കിയ വാഹനം മാർക്കറ്റിൽ വളരെയധികം തന്നെ ജനങ്ങളുടെ പ്രിയപ്പെട്ടതായി മാറി. 2018 സെപ്റ്റംബറിൽ 11,224 യൂണിറ്റുകളാണ് വിറ്റഴിഞ്ഞത്. നമ്പർ 7 ഹുണ്ടായി i20. ഹുണ്ടായുടെ ഇന്ത്യൻ നിരത്തുകളിലെ ഏറ്റവും മികച്ച വാഹനങ്ങളിൽ ഒന്നായിട്ടാണ് i20 വിലയിരുത്തപ്പെടുന്നത്. ഇന്ത്യയുടെ മിഡിൽ ക്ലാസ്സിലെ ജനങ്ങൾ ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്ന വാഹനങ്ങളിൽ ഒന്നുകൂടിയാണ് i20. 12,380 യൂണിറ്റുകളാണ് സെപ്റ്റംബർ മാസത്തിൽ മാത്രം വിറ്റഴിഞ്ഞത്. നമ്പർ 6 മാരുതി വാഗണർ. ഇന്ത്യൻ നിരത്തുകൾ മാരുതിയെ നെഞ്ചിലേറ്റാൻ തുടങ്ങിയിട്ട് വർഷങ്ങളേറെ ആയിരിക്കുന്നു. ഇന്നും ഇന്ത്യൻ നിരത്തുകളിൽ മാരുതിയുടെ അപ്രമാദിത്വം തന്നെ കാണാൻ സാധിക്കും. 2018 സെപ്റ്റംബർ മാസത്തിൽ ഏറ്റവും അധികം വിറ്റഴിഞ്ഞ വാഹനങ്ങളിൽ 6ാം സ്ഥാനത്തെത്തിയ മാരുതി വാഗണർ 13,252 യൂണിറ്റുകളാണ് വിറ്റഴിഞ്ഞത്. നമ്പർ 5 മാരുതി ബ്രസ. സബ് കോമ്പാക്ട് ക്രോസ് ഓവർ SUV ആയ മാരുതി ബ്രസ 2016 ഇന്ത്യൻ നിരത്തുകളിൽ എത്തിയത്. അന്നു മുതൽ ഇന്നുവരെ മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന വാഹനം 2018 സെപ്റ്റംബർ മാസത്തിൽ മാത്രം വിറ്റഴിഞ്ഞത് 14,425 യൂണിറ്റുകളാണ്. നമ്പർ 4 മാരുതി ബലേനോ. ഇന്ത്യയിലെ ഏറ്റവും അധികം വിറ്റഴിയുന്ന വാഹനങ്ങളിൽ മുൻനിരയിൽ നിൽക്കുന്ന ഒന്നാണ് മാരുതി ബലേനോ. 2015 നിരത്തിലിറങ്ങിയ ഈ ഹാച്ച് ബാഗ് വാഹനം വളരെ പെട്ടെന്ന് തന്നെ ഇന്ത്യയിലെ വിപണിയിൽ സജീവമായി. 2018 സെപ്റ്റംബറിൽ മാത്രം 18,631 യൂണിറ്റുകളാണ് വിറ്റഴിഞ്ഞത്. നമ്പർ 3 മാരുതി ഡിസയർ. പുതിയ രൂപഭാവത്തോടുകൂടി ഇന്ത്യൻ നിരത്തുകളിലേക്ക് ഇറങ്ങിയ ഈ വാഹനം 2018 പലതവണ 1ാം സ്ഥാനത്തെത്തിയതാണ്. ഇന്ത്യയിലെ ജനങ്ങൾ ഇരു കൈയും നീട്ടിയാണ് ഈ വാഹനത്തെ സ്വീകരിച്ചത്. 2018 സെപ്റ്റംബറിൽ മാത്രം 21,296 യൂണിറ്റുകളാണ് വിറ്റഴിഞ്ഞത്. നമ്പർ 2 മാരുതി ഓൾട്ടോ. 2017 ഇന്ത്യയിൽ ഏറ്റവും അധികം വിറ്റഴിഞ്ഞ വാഹനമാണ് മാരുതി ആൾട്ടോ. സാധാരണക്കാരന്റെ കാർ എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കിയ വാഹനം കൂടിയായിരുന്നു മാരുതി ഓൾട്ടോ. ഇന്ത്യൻ നിരത്തുകൾ ശരിക്കു പറഞ്ഞാൽ അടക്കി ഭരിക്കുകയായിരുന്നു വർഷങ്ങളായി മാരുതി ഓൾട്ടോ കാറുകൾ. 2018 സെപ്റ്റംബറിൽ മാത്രം 21,719 യൂണിറ്റുകളാണ് വിറ്റുപോയത്. നമ്പർ 1 മാരുതി സ്വിഫ്റ്റ്. ഇന്ത്യയിലെ മിഡിൽ ക്ലാസ് ജനങ്ങൾ ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്ന ഒരു വാഹനമാണ് മാരുതി സ്വിഫ്റ്റ്. ഈ വാഹനം നിരത്തിൽ ഇറങ്ങിയ നാൾ മുതൽ തന്നെ തുടങ്ങിയ ജൈത്രയാത്ര ഇന്നും തുടർന്നുകൊണ്ടേയിരിക്കുന്നു. പുതിയ രൂപഭാവത്തിലെത്തിയ സ്വിഫ്റ്റിനെയും ഇരുകൈയും നീട്ടി ഇന്ത്യൻ ജനങ്ങൾ സ്വീകരിച്ചു. 2018 സെപ്റ്റംബറിൽ മാത്രം 22,228 യൂണിറ്റുകളാണ് വിറ്റഴിഞ്ഞത്. ഈ വീഡിയോയെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് തന്നെയാണെങ്കിലും അത് കമന്റുകളായി രേഖപ്പെടുത്തുക. ഒപ്പം നിങ്ങൾ ഉപയോഗിക്കുന്ന വാഹനം ഏതാണെന്ന് കൂടി മറക്കാതെ കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നവരെ ഗുഡ് ബൈ.